ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ ചൈനീസ് സർക്കാർ കൈക്കൊള്ളുന്ന നടപടികൾക്കെതിരെ നടപടിയുമായി US സർക്കാർ. ചൈനയുടെ 28 കമ്പനികൾക്ക് US സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിലക്കുകൾ പ്രകാരം ഈ കമ്പനികൾക്ക് വാഷിംഗ്ടണിന്റെ അനുമതിയില്ലാതെ US-ന്റെ സാങ്കേതികപരമായി ഉപയോഗിക്കുന്ന യാതൊരു തരത്തിലുള്ള വസ്തുക്കളും വാങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല. ചൈനീസ് സർക്കാരുമായി അടുത്തു നിൽക്കുന്ന ഈ കമ്പനികൾ ചൈനീസിന്റെ ഫേസ് റെക്കഗ്നേഷൻ, രഹസ്യ നിരീക്ഷണ വിദ്യ തുടങ്ങിയ ഡിജിറ്റൽ പരീക്ഷണങ്ങൾ നടത്തിവരുന്ന കമ്പനികൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉയ്ഗൂർ മുസ്ലിങ്ങളെ ജയിലിൽ അടച്ചതിലും ഇവരെ രഹസ്യ നിരീക്ഷണ വലയത്തിലാക്കിയതിലും പ്രധാന പങ്കു വഹിച്ചവരാണ് ഈ കമ്പനികൾ എന്നാണ് US സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഫേസ് റെക്കഗ്നേഷൻ ടെക്നോളജിയിലും രഹസ്യ നിരീക്ഷണ സാങ്കേതിക വിദ്യയ്ക്കും പേരുകേട്ട കമ്പനികളായ ഹിഗ്വിഷൻ, ദാഹ ടെക്നോളജി, മെഗ്ഗി ടെക്നോളജി, സെൻസ്റ്റൈം എന്നിവയുൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയ കമ്പനികളിലുണ്ട്. US സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ ചോർത്തു എന്നാരോപിച്ച് മെയ് മാസത്തിൽ ചൈനയിലെ ടെക്നോളജി ഭീമനായ ഹുവായിയും US വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഉയ്ഗൂർ മുസ്ലിങ്ങൾ വസിക്കുന്ന സിൻജിങ്ങിൽ നിരവധി നിയന്ത്രണങ്ങളാണ് ചൈനീസ് സർക്കാർ ഇതുവരെ കൊണ്ടുവന്നത്. ഇവരെ മതവിശ്വാസത്തിൽ നിന്നകറ്റാൻ വേണ്ടി പാഠശാലകൾ എന്ന പേരിൽ ജയിലറകളിൽ അടച്ച നടപടി UN-ന്റെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. നാസി തടവറകൾക്ക് തുല്യമാണ് ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കായുള്ള പാഠശാല എന്നാണ് നേരത്തെ US പ്രതികരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വിലക്ക്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.